ഹലോ ഗൈസ്, ഇപ്പം നമ്മളിവിടേക്ക് ജിഗിലു ഉണ്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ കണ്ടോ ജിഗിലൂസിനെ ഇത് പറയാനുണ്ടത് ജിഗിലു കാണിച്ചാണ് ഈ മൂഡ് ബസ്സിൽ ഞങ്ങൾക്ക് പോകേണ്ട കുറേ മുഖത്തേക്ക് നേരെ കിട്ടും. പെട്ടെന്ന് എത്തണം, രാവിലെ പുലർച്ചയ്ക്ക് ഇവിടെ എത്താനെ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. അവിടെ എത്താം, നോക്കാം. ദൃശ്യം നമുക്ക് ഇവിടെ സിഗ്നൽ എടുക്കണം കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഇത് ചെയ്തിട്ടോ. എല്ലാവരും പോവാം, സിഗ്നലിന് കാത്തുങ്ങോട്ട് നല്ല രീതിയിൽ നമ്മൾ കൂട്ടിനടിച്ച് അതിൽ നമ്മൾ നേരെ പോയി പിക്ക് ചെയ്യണം. നേരം പാസഞ്ചേഴ്സിനും എല്ലാം വലിയ സ്ഥലത്തേക്ക് കണ്ടിട്ട് അവിടെ പോകുന്നത് ഇതൊക്കെ പിക്ക് ചെയ്ത് ഒക്കെ കുറേ ആസ്വദിച്ചിട്ടാണ് പോകണം. ഇപ്പം എല്ലാം ആസ്വദിക്കാൻ നല്ല വയലാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഈ മൂഡ് ബസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ മൂഡ് ബസ് എങ്ങനെ എടുക്കും, ഇത് എങ്ങനെ ഇത് എടുക്കുക. ഞാൻ ഇതിൽ കാണും. അടുത്ത വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ടോ അല്ലേ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനത് ഇട്ടുതരാം. 157 ഡബിൾ സ്പീഡ് കിടക്കുന്ന ജയഗുരാണ്. നമ്മൾ കുറച്ച് എക്സ്പെർട്ട് ആയതുകൊണ്ട് പെട്രോൾ അടിക്കണോ വേണ്ട, നേരെ പോകണ സമയമില്ലല്ലോ. എക്സ്പെർട്ട് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിലുണ്ട് പോവാ തിരിക്കുന്ന. ഓവർടേക്ക് നമുക്ക് നല്ലോണം അറിയാം. വിഭജനങ്ങൾ ഞെട്ടും. ചണ്ട പോയി കണ്ടാൽ നോക്കും, ഇതിൽ തന്നെ നമുക്ക് കുറേ ഇതുണ്ടാവും. ഇടിച്ചതിൻ്റെ കാലൊക്കെ ഇടിച്ചാനൊക്കെ പോകും. ഒരട്ടൊക്കെ ഇടിച്ചാനൊക്കെ പോയതാ ഞാൻ വീഡിയോയിൽ എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇങ്ങനെ പോയത്. എന്തായാലും നല്ല രീതിയിൽ ഓവർടേക്ക് നമുക്ക് പോവാം. വീട് വേണ്ട, ഓക്കെ സിഗ്നൽ കിട്ടു. എന്തായാലും സ്ഥലം പറഞ്ഞുതരാം. പിക്ക് ദ പാസഞ്ചേഴ്സ് ഓൺ ദ ഡിജിറ്റൽ ഏരിയ. നമുക്ക് തന്ന ഏരിയയിൽ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് എത്ര ഇവിടെ പെട്രോൾ കേട്ടോ. വാഷിങ്ങിന് നമ്മൾ പെട്ടെന്ന് സർവീസ് ചെയ്തതാണ്. വാഷിങ്ങിന് വേണ്ട പെട്രോൾ കൊണ്ട് ഇവിടെ ഒറ്റ പോകുമ്പോഴേക്കും അടിക്കില്ല. കുഴപ്പമുണ്ടാവുകയെന്ന് വിചാരിക്കുന്നു. അർജൻറ്റാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് സാറേ. പിന്നെ ലൈറ്റ് അവിടെയാണ് നല്ല രസം. ഇന്ത്യയിൽ വർക്ക് ലൈറ്റ് ഇട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ പാർക്ക് ചെയ്യണം. നമുക്ക് ആളെ പിക്ക് ചെയ്യണം. ഇതാണ് വണ്ടികളെ കുഴപ്പം. വലിയ ബസ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. സ്ഥലമില്ലല്ലോ ഇവിടെ എല്ലാം പിന്നെ നിർത്തിയോണ്ട് കാണിച്ചത്. നോക്കട്ടെ നിർത്തിയൊക്കെ. ഇതാണ് നമ്മുടെ കമ്പം ജയിച്ചു ബസ്. ഇതല്ലോ കേട്ടോ, ഇന്നുണ്ട് പോണക്കണ്ട. ഇത് വെള്ള ലൈറ്റ് നോക്കുമ്പോൾ ഉണ്ടാ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചുവപ്പ് ഇങ്ങനെ കളർ ലൈറ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. രാത്രി കുറച്ച് നേരം ആകുമ്പോൾ വരുന്നത്. ഇപ്പോൾ എന്തായാലും വണ്ടി സമയം ചെയ്യുന്നുണ്ട്. നിങ്ങളായതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. ആർക്കും കാണിച്ചെടുക്കില്ല. ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായി റൈഡർ അത് പോകുന്നുണ്ട്. നോക്കും മഴ കയറ്റി നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പീഡിൽ പോകാൻ നോക്കാം. റോട്ടൊന്നും കാണില്ല. ഓ ഇവിടെ ഇത് അപ്പോൾ ഇവിടെ നിങ്ങോട്ട് കയറണമായിരുന്നു. പക്ഷെ റൂട്ടനുസരിച്ച് നോക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 100 കേട്ടോ. ആൾക്കാരൊക്കെ അത് ഫോട്ടോ എടുത്ത് കണക്കിരുന്ന് മെല്ലോണ്ട് കാണിച്ചിട്ട് അന്നേരം എന്തായാലും നല്ല ശബ്ദം
വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കണ്ടോളൂ, കാണാത്തതിങ്ങനെ വരും. ഫസ്റ്റ് ടൈമിൻ്റെ സിഗ്നൽ ഞാൻ പോകട്ടെ. ശബ്ദം കുറച്ചുണ്ട്, കുറച്ചുണ്ട്. നല്ല ഇടിച്ച് വണ്ടി കൊണ്ടും കുഴപ്പമില്ല. ഓട്ടം മതി, കുഴപ്പമില്ല. കുഴപ്പം ശരിക്കട്ട. സിഗ്നലാണ് പച്ചത്തിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യാം, ഇത് ഇത്രക്കട്ട. സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ഇടാം. इतना मैथ्स तो मुझे भी नहीं आता। परप्लेक्सिटी से पूछती हूँ, ये कौन है? ये मेरा दोस्त है। तेरे पढ़ाई का कितना भी टफ से टफ क्वेश्चन हो, ഉള്ളൊരു ഡീല് ഇത് വിലറിൻ്റെ ഇത് കയറ്റി കൊടുത്ത കാർ ഡ്രൈവിംഗ് ഓൺലൈൻ സീൻ. അതുകൊണ്ട് ബസ് മെട്രൻ്റെയാണ്. അപ്പം നമ്മളെ സ്ഥലത്തെത്താം. ഡ്രൈവ് ഇവിടെ നോക്കട്ടെ. ഡ്രൈവ് പാസഞ്ചേഴ്സ് ടു ഗോ ഏതൊക്കെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകണം. അപ്ലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ കേട്ടോ ചുരക്കള അതിലുണ്ടെങ്കിൽ ചുരം കവറുണ്ടാവുക അറിയില്ല. ഇവിടെ മാത്രമുണ്ട് ഗ്രൈസ്. ഇവിടെ ചുരം ചെറിയ ചിലപ്പോൾ വേണ്ട ചുരം ഒന്നെങ്കിലും ഉണ്ടായാൽ ചുരം നമ്മളെ വാക്ക് കേട്ടിരിക്കുന്നു. ചുരമുണ്ട് ഇരിക്കുള്ളൂ. ചുരത്തിന് എങ്ങനെ കയറിണ്ട് അറിയാം പറയണ്ടൊക്കെ. ചുരത്തിന് ഇങ്ങനെ ഒന്നല്ല കയറിണ്ട്. ഓക്കെ ഞാൻ കാണിച്ച ചുരത്തിന് എങ്ങനെ കയറിണ്ട്. ഇങ്ങനെയാണ് ചുരത്തിനൊക്കെ കയറിണ്ട്. ഫസ്റ്റ് ഗിയറിലിട്ടാണ്ട് ആ രസത്തിൽ കണ്ട. നിങ്ങൾക്ക് ആ രസം കിട്ടണം എന്നുണ്ടെങ്കിൽ കേട്ടാ ഒന്നും കൂടി ആക്കി തരാം. അപ്പോൾ ഗ്രൈസ് നിങ്ങൾക്ക് ചുരത്തിൻ്റെ രസം കിട്ടണ്ടേ? ഞാൻ വന്നോളൂ. നിങ്ങൾക്ക് വണ്ടിക്ക് പോയി ഇത് ഇങ്ങനെ കയറണ്ട ചെറിങ്ങനെ കയറണ്ട ഗ്രൈസ്. ചെറു കയറാണ് വണ്ടിക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ കയറി കൊടുക്കരുത്. അയ്യോ കയറാണ് നമ്മൾ കയറാണ് ചുരം കയറുമ്പോൾ നമുക്ക് ഈ കയറിടാം. നമുക്ക് ഈ കീർത്തന ഓട്ടം വേണ്ടല്ലേ ഗ്രൈസ്. കീർക്കുമ്പോൾ മാറ്റി ചരത്തിന് നമുക്ക് ഇതിനൊക്കെ ചരപ്പടി ഉണ്ടാകും. കയറുന്നില്ല ചരപ്പടി ഉണ്ടാകും. നമുക്ക് ഇതാക്കണം കേട്ടോ. ഇതാ കണ്ടോളൂ. നമുക്ക് കീറും അറിയത്തില്ല. നമുക്കെന്നാ ഇവിടെ നിന്നിട്ട് ഈ കീറന്നെ ഇങ്ങനെ അക്ഷരത്തിന് ഇങ്ങനെ കയറണം. ഇങ്ങനെ കണ്ട ഈ രീതിയിലാണ് ഇങ്ങനെയൊക്കെ കയറും. വളവും ഒരു കയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്താൽ ഒരു സെക്കൻഡ് കീർക്കറ്റ തേർഡ് ഗിയർക്ക് മാറ്റാം. ഇതൊരു സുഖം കിട്ടും കേട്ടോ. തേർഡ് ഗിയർ മാറ്റാം. തേർഡ് ഗിയർ ആ വർക്കാണ് ചെയ്യാനുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇനി റെഡിയാവും. നോക്കിക്കോ ഞാനിവിടെ വരണ്ടേ. ഓരോ ഇത് നോക്കി ആ ഫീലിങ്സ് ഓനെ ചരത്തിക്കണേ. ചരണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തോളൂ. സെക്കൻഡ് ഗിയറിൽ ഇട്ടുകൂടാം. നല്ല രീതി കയറ്റം വിളിക്കാം. ഇതാരപ്പോൾ 2 വാരം ഒക്കെ പാട്ടിട്ടാ. സെക്കൻഡ് ഗിയർക്ക് ഇവിടുന്ന് ഫാസ്റ്റ് ഇടണം. തേർഡൊക്കെ ഇങ്ങനെ ചവിട്ടി പിടിക്കണം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ എഴുതിക്കട പിന്നെ ഒന്നിക്കട കയറ്റണം. 2 കൊണ്ടിട്ട് കയറ്റണം. പിന്നെ 3 പിന്നെ 4 ഇനി നമ്മൾ 3 കണ്ണിട്ട് കയറ്റണം കേട്ടോ. ഇതിനുണ്ടേ ഏതാ വൈബ് ഇല്ല ഗ്രൈസേ. നമുക്ക് വേറെ കാര്യം കൂടി ചെയ്യാം. ഗിയറൊന്ന് മാറ്റാം. കയറി സന്തോഷത്തോടാ പറഞ്ഞില്ല
കണ്ട 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 കണ്ട. അപ്പോൾ ഗൈസ് പറഞ്ഞില്ലേ, ഇവിടെ റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തിയോണ്ട് നമ്മൾ കത്തുള്ളൂ. നമുക്ക് ഇനി മെല്ലാണ്ട് ലൂയിസ് ഗേർലല്ല ക്യാമറ നമുക്ക് പറയാം. അവിടെ തിരിച്ചു തരാണ് തിരി ക്യാമറ നോക്കിക്കൊണ്ടിട്ട് തിരിക്കുന്ന നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമയം കൂടി കളഞ്ഞ് കൂടി നമുക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു രീതിയിലുണ്ടോ എൻ്റെ ആ രീതി അറിയാമോ? ഇതുണ്ടോ അതേപോലെ ഇങ്ങനെ കയറ്റി ഇറക്കുന്നുണ്ടല്ലോ. ഇറക്കത്തും ഇതേപോലെ ആക്സിലേറ്റർ ടച്ച് ചെയ്യുന്നുണ്ടോ. പക്ഷെ ഓട്ടോമാറ്റിക് ഗിയറിലുണ്ട് ഞാൻ ടച്ച് ചെയ്യത്ത്. അപ്പോൾ നാലിൽ ഗിയറിട്ടുകൊണ്ട് ടച്ച് ചെയ്യാതെ പോകണം. 4 ഗിയറിട്ടുണ്ട് ടച്ച് ചെയ്യാതെ ആക്സിലേറ്ററുമാണ്. അപ്പോൾ 5th അതൊക്കെ നിങ്ങൾ കൺട്രോൾ ഈ സ്ക്രീനിൻ്റെ അവിടെ ഇങ്ങനെ സ്മൂത്ത്ലി വണ്ടി അടിക്കുന്നത് ഒരു രീതിയിൽ കിട്ടണ ഒരു രീതിയിൽ കാണിച്ചില്ല. ആയിട്ടാ ചെറിങ്ങനെ കയറ്റും നമ്മൾ ഈ റോട്ടിൽ നിന്നുണ്ടോ നേരത്തെ ആ റോട്ടിൽ നിന്ന് കയറ്റുന്നു. ചവിട്ടിയെടുത്തിട്ടല്ലേ നമ്മളിത് കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ പോകണം. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് നിൽക്കാൻ മനസ്സിലാവും. പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്നിക്കണ്ട് റോഡ് മാപ്പ് കയറണം. അപ്പോൾ റോഡ് മാപ്പ് എത്തി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇതാ ക്യാരം ബോർഡ്. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് പോലെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോട്ടെ കറങ്ങിക്കൂട്ടുണ്ട്. കറക്കില്ല ഒരുപാട് എപ്പം പേരും കറങ്ങി തന്നെ നമ്മളുടെ പേടി കൊണ്ട് കൂടുതൽ ഇത് ലൈറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഡോട്ട് കാണുന്നത് മനസ്സിലാവും. നമ്മളിത് നേരെ ഇങ്ങനെ എടുത്ത് ഏതാണ് മോഡലൈസാണ് ഒരു രീതിയിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ശൈലിയിൽ സിഗ്നലും ഇതിൻ്റെ അനുസരിച്ച് ഇട്ടുകൊണ്ട് ഇതിൻ്റെ വണ്ടി എക്സ്പേർട്ട് നിങ്ങൾക്ക് മനസ്സിലായ 94 ആയിട്ടുള്ളൂ. ഫുള്ള് പവർലെസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലേറെ സ്പീഡിൽ പോകാനൊക്കെ സ്പീഡിൽ പോകാനല്ല, ഇത് എടുത്താൽ പോകാനൊക്കെ അറിയാം. പക്ഷേ കാരണം ഒരു വണ്ടി ഒറ്റ വണ്ടി ഇപ്പോഴത്തെ രീതിയിൽ നിനക്ക് ഈ റോഡ് വന്നൊരു പരിചയമുള്ള മാതിരി. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഇങ്ങനെ ഒന്നും കണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് പോകാം, നോക്കിയിട്ട് കാര്യം സമയം പോകും. ഈ സൈഡിലൊക്കെ കട്ടൗട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കയറി സീനായിട്ട് പൈസ കണ്ടത് കഴിയാനായൊരു സ്ഥലം സ്ഥലത്ത് കേട്ടോല
അതേ അടച്ചിട്ടു. अरे मेरी तो चिप्स खत्म हो गई। मेरी भी कोक खत्म होने आ गई। मेरी आइसक्रीम भी खत्म हो चुकी है यार। ഹലോ ഗൈസ്, നമ്മളെ പരിശ്രമത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റും കഴിഞ്ഞു. ജാഗ്രത സേഫോടെ വന്നിട്ടുണ്ട്. ഗാരേജിൽ കയറി വൈദ്യുണ്ട് ഞാൻ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റേ കാര്യം മറക്കണ്ട കേട്ടോ, വേണ്ടവർ ഇങ്ങനെ വേണ്ടി കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, മൂഡ് ബസ് ഇങ്ങനെ എടുക്കല്ലേ. ഓക്കെ, അങ്ങനെ കാണുന്നവരെ ബൈ ബൈ.